And welcome to the new video. In this video, I'll be discussing about HVDC links, the types of HVDC links. So we already know that HVDC transmission is economical for long distance power transmission and for the interconnection of two or more network that has different frequencies or voltages. അപ്പോൾ എച്ച് വി ഡി സി ട്രാൻസ്മിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വളരെ ഹൈ ഡിസ്റ്റൻസിന് ഹൈ എമൗണ്ട് ഓഫ് പവർ ഹ്യൂജ് എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എച്ച് വി ഡി സി ട്രാൻസ്മിഷൻ. എ സിനെക്കാട്ടിലും എച്ച് വി എ സിനെക്കാട്ടിലും ബെറ്റർ ആണ്. പിന്നെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസും വോൾട്ടേജസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ആയിട്ടുള്ള നെറ്റ്വർക്ക് കണക്ട് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജും വരുന്നത്. So for connecting two networks or systems, various types of HVDC links are used. ഇപ്പോൾ കുറച്ചൊരു മൂന്ന് ടൈപ്പ് ലിങ്ക്സ് ആണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത്. വൺ ഈസ് മോണോപോളാർ, ദെൻ ബൈപോളാർ ആൻഡ് ഹോമോപോളാർ. സോ ഈ മൂന്ന് ടൈപ്പ് ഓഫ് കണക്ഷൻസ് ആണ് ഉള്ളത്. മോണോപോളാർ ലിങ്ക്സ്, ദെൻ ബൈപോളാർ ലിങ്ക്സ്, ദെൻ ഹോമോപോളാർ ലിങ്ക്സ്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുക മാത്രമേ ചെയ്യണേ. സോ ഫസ്റ്റ് ഈസ് ദ മോണോപോളാർ ലിങ്ക്സ്. ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് മോണോപോളാർ ലിങ്കിൻ്റെ കേസ്. സോ ഇത് നമ്മളുടെ എ സി, ത്രീ ഫേസ് എ സി, അതായത് രണ്ട് എ സി സൈഡുകളെ കണക്ട് ചെയ്യുക. ഒന്ന് ജനറേറ്റിംഗ് സ്റ്റേഷൻ ആയിരിക്കും, മറ്റേത് നമ്മളുടെ എന്തായിരിക്കും റിസീവിങ് എൻഡും അവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ എന്ന രീതിയിൽ. അപ്പോൾ അത് ഏത് വേണമെങ്കിലും ആവാം. തൽക്കാലം വേണമെങ്കിൽ ലെഫ്റ്റ് എൻഡ് എന്നുള്ളത് ജനറേറ്റർ ആണെന്ന രീതിയിലേക്ക് വിചാരിക്കാം. അപ്പോൾ അവിടുന്ന് എന്താ ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും, അത് വെച്ചിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. അത് എവിടേക്ക് കൊടുക്കുന്നു, റെക്ടിഫയർ ഈ സൈഡിൽ ഉണ്ടാവുക റെക്ടിഫയർ ആയിക്കോളൂ, ഡി സി ആയി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഡി സി ആയി കൺവേർട്ട് ചെയ്യുന്നു, ഡി സി ലൈനിൽ കൂടെ വരുന്നു, അവിടെ എത്തുന്നു, റിസീവിങ് സ്റ്റേഷനിൽ എത്തുന്നു, സബ് സ്റ്റേഷനിൽ അവിടുന്ന് ഇൻവേർട്ട് ചെയ്ത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഇത് ഒരു പൊളാരിറ്റിയിലുള്ള എന്താ ഡി സി ആണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കേബിൾ ആണെങ്കിൽ ഒരു അതായത് ഇറ്റ് ഹാസ് സിംഗിൾ കണ്ടക്ടർ യൂഷ്വലി ഓഫ് നെഗറ്റീവ് പൊളാരിറ്റി ആൻഡ് യൂസസ് എർത്ത് ഓർ സീ ഫോർ ദ റിട്ടേൺ പാത്ത് ഓഫ് കറണ്ട്. അപ്പോൾ ഇതിൽ ഒരൊറ്റ കണ്ടക്ടറാണ് ഉണ്ടാവുള്ളൂ, സിംഗിൾ കണ്ടക്ടറാണ്, ഒറ്റ പൊളാരിറ്റിയാണ്. ആ പൊളാരിറ്റി എന്ന് പറയുന്നത് നോർമലി നെഗറ്റീവ് പൊളാരിറ്റി ആണ് എടുക്കുന്നത്. എന്താ വെച്ചാൽ നെഗറ്റീവ് പൊളാരിറ്റിയിൽ ഈ കൊറോണ വരാനുള്ള ചാൻസുകൾ കുറവാണ്. കൊറോണ ഉണ്ട്, എഫക്റ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് പൊളാരിറ്റി ആണ് അധികം എടുക്കുക. എർത്ത് ഓർ സി ആണ് റിട്ടേൺ പാത്ത് ആയിട്ട് ജനറലി യൂസ് ചെയ്യാറ്. സോ സംടൈംസ് മെറ്റാലിക് റിട്ടേൺ ഈസ് ഓൾസോ യൂസ്, മെറ്റാലിക് റിട്ടേണും യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇൻ ദ മോണോപോളാർ ലിങ്ക് ടു കൺവേർട്ടേഴ്സ് ആർ പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് പോൾ. ഈച്ച് പോളിൻ്റെ എൻഡിൽ രണ്ട് കൺവേർട്ടേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. Earthing of poles is done by earth electrodes placed at about 15 to 55 kilometers away from the respective terminal station. Terminal stations in 15 to 55 kilometers ഡിസ്റ്റൻറ്റിലായിട്ടാണ് എർത്തിങ് ചെയ്തിട്ടുണ്ടാവുക യൂസിങ് എർത്ത് ഇലക്ട്രോഡ്സ്. ആൻഡ് ദിസ് ലിങ്ക് ഹാസ് സെവറൽ ഡിസഡ്വാൻറ്റേജസ് ബിക്കോസ് ഇറ്റ് യൂസസ് ദ എർത്ത് റിട്ടേൺ പാത്ത്. എർത്ത് റിട്ടേൺ പാത്താണ് യൂസ് ചെയ്യുന്നുള്ളതിൻ്റെ കുറേ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതധികം നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല മോണോപോളാർ ലിങ്ക്സ്. ഒരൊറ്റ പൊളാരിറ്റിയിൽ, അത് നെഗറ്റീവ് പൊളാരിറ്റിയിലെ സിംഗിൾ കണ്ടക്ടറിനെയാണ് ലിങ്കിനെയാണ് നമ്മൾ മോണോപോളാർ ലിങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ബൈപോളാർ ലിങ്ക്. സോ അതിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, രണ്ട് മോണോപോളാർ ലിങ്കുകൾ തമ്മിൽ കണക്ട് ചെയ്ത പോലെ, മേലെ ഒരെണ്ണം താഴെ ഒരെണ്ണം എന്നുള്ള രീതിയിൽ അല്ലേ. ഇത് ഡി സി ട്രാൻസ്മിഷൻ വിത്ത് പോസിറ്റീവ് പൊളാരിറ്റി എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ ഇത് ഡി സി ട്രാൻസ്മിഷൻ വിത്ത് നെഗറ്റീവ് പൊളാരിറ്റി. ഇത് രണ്ട് പൊളാരിറ്റിയും വരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. So the bipolar link has two conductors, one is positive and the other one is negative to the earth. Okay, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇത് കാണിച്ചിരിക്കുന്നത് മാത്രം. രണ്ട് പൊളാരിറ്റി ഉള്ള രണ്ട് കണ്ടക്ടേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് ദിസ് ലിങ്ക് ഹാസ് കൺവേർട്ടർ സ്റ്റേഷൻ അറ്റ് ഈച്ച് എൻഡ്. ഈച്ച് എൻഡിൽ കൺവേർട്ടർ സ്റ്റേഷൻ ഉണ്ടായിരിക്കും. Then the midpoints of the converter stations are earthed together through electrodes. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Midpoints of converter stations are earthed. And the voltage of the earth electrode is just half the voltage of the conductor used for transmission in the HVDC. Okay, so high voltage transmission ചെയ്യുന്നതിൻ്റെ ഹാഫ് വോൾട്ടേജ് ആയിരിക്കും എന്തെന്ന് എർത്ത് ഇലക്ട്രോഡ്സിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. The most significant advantage of bipolar link is that if any of their links stop operating, the link is converted into monopolar mode because of the ground return system. അവിടെ ഗ്രൗണ്ട് റിട്ടേൺ സിസ്റ്റം ഉള്ളതുകൊണ്ട് ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും മറ്റേത് അവിടെ ആക്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. മറ്റേതൊരു മോണോപോളാർ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്തിട്ട് കണ്ടിന്യൂറ്റി അവിടെ കൊടുക്കാം, കുറച്ചുകൂടി റിലയബിൾ ആണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. The half the system continues to supply the power. Such types of links are commonly used in HVDC system. So normally അധികം യൂസ് ചെയ്യുന്നത് ബൈപോളാർ ലിങ്ക്സ് ആണ്. Then is the homopolar link. So homopolar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവം
അറേഞ്ച്മെൻറ്റ് ബൈപ്പോളാറിൻ്റെ പോലെയാണെങ്കിലും ഒരൊറ്റ പൊളാരിറ്റിയാണ് അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അതായത് നെഗറ്റീവ് പൊളാരിറ്റിയാണ് മേലത്തെ സർക്യൂട്ടും താഴത്തെ സർക്യൂട്ടും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് അതിലത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. It has two conductors of the same polarity and usually negative polarity and always operates with earth or metallic return. Earth അല്ലെങ്കിൽ metallic return ആണ് ഉണ്ടായിരിക്കുക. And the homopolar link, the poles are operated in parallel. Poles are operated in parallel, which reduces the insulation cost. So insulation cost കുറയുന്ന രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. Then disadvantage of earth return overweight its advantage. അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഡൊമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് അത്രത്തോളം പോപ്പുലർ അല്ല. മെയിനായിട്ട് നമ്മളുടെ ഏതാണ് ബൈപോളാറാണ് അധികം പോപ്പുലർ ആയിട്ട് വരുന്നത്. ഹോമോപോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പൊളാരിറ്റി, പോസിറ്റീവ് അല്ല നെഗറ്റീവ് പൊളാരിറ്റി ആണ് യൂസ് ചെയ്യുന്ന ഒറ്റ കണ്ടക്ടർ. ബൈപോളാർ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടക്ടർ രണ്ട് പൊളാരിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, in the event of any failure in one system, the other system will be operating as a monopolar link, and this one is a homopolar, same polarity രണ്ട് system ആയിട്ട് പോകുന്നു. Okay, homopolar is also not used at present. അത്രയാണ് ഇതിലെ ലിങ്ക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്.